ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ അന്നമാസ് ടേബിളിലാണ്. ഞങ്ങളുടെ അന്നമാസ് ടേബിൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മെസ്സാളാണ്. സോ ഞങ്ങളുടെ മെസ്സാളിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ ഇവിടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ കുറേ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സോ നമ്മുടെ ജോസഫ് കുര്യാക്കോസ് ഇവിടെ ടേബിൾ ക്ലീനിങ്ങിലാണ്. ജോസഫ് കുര്യാക്കോസിനോട് നമ്മുടെ ഡ്യൂട്ടിയെ കുറിച്ച് ജോസഫേ, ബൈബിൾ കോളേജ് വന്നിട്ട് ടേബിൾ ക്ലീനിങ് ചെയ്യുവാണല്ലോ, അതിനെക്കുറിച്ച് എന്താ അത് കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നതിനൊന്നും? എനിക്ക് ഒരു കുഴപ്പമില്ല. വേറൊന്നും കൊണ്ടല്ല, ഇത് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, മറിച്ച് ഇത് ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ് എന്നൊരു ബോധ്യത്തോടുകൂടെ എന്നെ എക്വിപ്പ് ചെയ്യുക, മറ്റുള്ളവരെ എക്വിപ്പ് ചെയ്യുക എന്നൊരു ബോധ്യത്തോട് ഒരു ലക്ഷ്യത്തോടു കൂടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് ചെയ്യുന്നില്ല ഒരു ലജ്ജയില്ല. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. എന്ത് വർക്ക് കിട്ടിയാലും, ടേബിൾ ക്ലീനിങ് മാത്രമല്ല, ഇനി എന്ത് വർക്ക് കിട്ടിയാലും ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ്, സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് തുടരുക. അപ്പോഴേ ജോസഫേ, ബൈബിൾ കോളേജ് പഠനം പറയുമ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം അടങ്ങി, ഇതെല്ലാം ദൈവവേലയുടെ ഭാഗമാണ്. എന്ത് വേണ്ടിട്ട് ഇങ്ങനെ ജോലികളൊക്കെ ഡ്യൂട്ടീസ് ഒക്കെ എന്തിനാ വരുന്നത്? എന്താ സുശേഷ വേലയിലാണോ, മിഷൻ ഫീൽഡിലേക്കാണോ, എന്ത് വേണ്ടിട്ട് ഇതൊക്കെ? ഞാൻ ഇത്ര പറയത്തുള്ളൂ, ഇത് നമ്മളെ തയ്യാറെടുപ്പിക്കുക, ഓരോരുത്തരെ എക്യുപ്പാക്കുക, അത് കഴിഞ്ഞ് നമ്മളെ മിഷൻ ഫീൽഡിലോട്ട് ആക്കുക. ഇതെല്ലാം ഇതിനകത്തെ പാർട്ടാണ്. അത് മാത്രമേ. താങ്ക് യു ജോസഫ്. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പം ബൈബിൾ കോളേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പഠനം മാത്രമല്ല, ജീവിതത്തിൽ ഒരു അനുഭവം കൂടിയാണ്. നിങ്ങൾക്കും അതിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാരിയുടെ മെസ്സോളാണ്.